ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നത് മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, അവർ ചെയ്യുന്ന പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ വിളിച്ചു പോയി ചെയ്യാറുണ്ട്. നമുക്ക് വിളിച്ചത് നമ്മൾ ഓൾറെഡി ട്രേഡ് മാർക്കൊക്കെ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. മിന്നൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടൻ വാറ്റുചാര ഇറക്കുന്നത്. യൂറോമാക്സ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അത് നമ്മുടെ യൂറോപ്പിൽ ആംസ്റ്റർഡാമിൽ നിന്ന് ലിക്കർ UAE ചെയ്യുന്നൊരു കമ്പനിയാണ്. മദ്യമാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മദ്യം എടുത്ത് നമ്മൾ അടിക്കില്ലേ. ഞാൻ ബേസിക്കലി ആദ്യം ജേർണലിസ്റ്റായിട്ടാണ് എൻ്റെ ഒരു കരിയർ പറയുകയാണെങ്കിൽ. ആദ്യം ഇന്ത്യ TV എന്ന് പറഞ്ഞൊരു നാഷണൽ ചാനലിലെ കേരള ബ്യൂറോ ചീഫായിരുന്നു. പോക്സോ കേസ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യാജ പോക്സോ കേസ്. എത്ര വയസ്സായി കുട്ടി? എനിക്കോ? ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വാർത്ത, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, ഷാലു പേയാഡ് പോക്സോ കേസിൽ അറസ്റ്റില്ലെന്നതായിരിക്കും. ഒരാൾ നല്ലൊരു ഫെയിമിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവർക്കൊരു ഒപ്പോണൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBAക്ക് 3rd റാങ്ക് വാങ്ങിച്ചൊരു റാങ്ക് ഹോൾഡറാണ്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനിയുടെ CEO ആണ്. മാത്രമല്ല 2 വേൾഡ് റെക്കോർഡ് ഒരു ബ്രാൻഡിങ് അംബാസിഡർ കൂടെയാണ്. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാൻ മറ്റാരുമല്ല, നമ്മുടെ ഒപ്പം ഉള്ളത് മുകേഷ് M. നായരാണ്. സോ നമസ്കാരം ചേട്ടാ. ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതല്ലാതെ നമുക്കറിയാത്ത ഒരു മുകേഷ് M. നായർ എന്താണ്? ഞാൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ഹിപ്പോക്രസി ഇല്ലാത്ത ഒരാളാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ അത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു പോകുന്ന ഒരാളാണ്. ഇതല്ലാതെ നമ്മൾ ഫുഡ് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൂടുതലും സോഷ്യൽ ആക്ടിവിറ്റീസ്, കാരണം നമ്മളൊരു ആവശ്യമായതുകൊണ്ട് അങ്ങനെ കുറച്ച് സോഷ്യൽ മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. ഒരു സക്സസ് ആയിട്ടുള്ള മുകേഷ് M. നായർ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയായിരുന്നു ബാല്യവും കൗമാരവും അങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ? ഞാൻ ബേസിക്കലി പെട്ടെന്ന് അതിൻ്റെ ഒരു മെറ്റമോർഫസിസ് പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിങ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നമ്മുടെ മെന്നം മെമ്മോറിയൽ ഒരു സ്കൂളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കാലത്ത് അത് പ്രീ ഡിഗ്രിയാണ്. നമ്മൾ ലാസ്റ്റ് ബാച്ചാണ് പ്രീ ഡിഗ്രി. അത് ആർട്സ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജ്. പിന്നെ ഗ്രാജുവേഷൻ മാർവേനിയസ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് 3 എണ്ണം ഉണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, പിന്നെ ഒരെണ്ണം നമ്മുടെ ഭാരതീയ വിദ്യാഭവൻ വന്നിട്ട്, പിന്നെ ഒരെണ്ണം പുറത്താണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ ഫൈനൽ ഇയറാണ് കേരള ലോ അക്കാഡമിയിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ. പക്ഷേ ഈ നമ്മുടെ യൂണിറ്ററി എന്ന് പറഞ്ഞ ബാച്ചാണ്, ഈവനിങ്ങും സ്പെഷ്യൽ ബാച്ചാണ്. ഓക്കെ. മറ്റൊരു ചോദ്യം വെച്ചാൽ, ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇതേപോലെ പണ്ട് കോളേജ് കാലഘട്ടത്തിൽ മോഹൻലാലിൻ്റെ വേഷമൊക്കെ ചെയ്യുമായിരുന്നു, അതുപോലെ ഒരുപാട് നടന്മാരെ അനുകരിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഞാൻ കോളേജിൽ സ്കൂളിലൊക്കെ മിമിക്രിയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. മിമിക്രി മാത്രമല്ല, മോണോ ആക്ടിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ്റെ ഫിഗറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും. ലാലേട്ടനെ മാത്രമല്ല, കുറേ ചെയ്യുമായിരുന്നു. കൂടുതലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതായതുകൊണ്ട് ലാലേട്ടൻ്റെ ഫിഗറാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നത് മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, നമ്മൾ ഒരാളെ പോലെ ഇരിക്കുന്നതെന്നല്ല, നമ്മളത് ബേസിക്കലി പണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഈ സ്കൂളിലെ ഫ്രണ്ട്സ് ആയാലും കോളേജിലെ ഫ്രണ്ട്സ് ആയാലും. അപ്പം അങ്ങനെ കുറേ പേർക്ക് തോന്നുന്നുണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ അതാ ഒരു ഹാങ് ഓവർ ഇപ്പോഴും എവിടേക്കോ കിടപ്പുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഓക്കെ. ഇങ്ങനെ മമ്മൂക്കയൊക്കെ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, അതുപോലെ അഭിനയത്തിലോട്ട് പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി എന്താണ് പറയുന്നത്? അത് ഞാൻ ഹാർഡ് കോർ ആക്ടറോ അങ്ങനെയൊന്നുമല്ല. ബേസിക്കലി പല നല്ല സുഹൃത്തുക്കൾ സിനിമയിലുണ്ട്. അവർ ചെയ്യുന്ന പടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ വിളിച്ചു പോയി ചെയ്യാറുണ്ട്. നമുക്ക് വിളിച്ചത്, ഞാൻ തോപ്പിൽ ജോപ്പ് എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. ജോണി ആൻ്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, ഷാജഹാനും പരീക്കുട്ടി. അപ്പോൾ അതിൽ പോലീസ് വേഷമായിരുന്നു. അപ്പോൾ ആക്ഷൻ്റെ ഇടയിൽ വീണ് കൈയൊക്കെ പ്രശ്നമായി. അപ്പോൾ എന്നെ ആദ്യം ഇതിൽ വിളിച്ചത് മമ്മൂക്കയുടെ ഫൈറ്റ് ചെയ്യുന്ന കുറേ ഗുണ്ടകളിൽ ആ ഒരു ടീമിൻ്റെ ലീഡറായിട്ടാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ജോണി ആൻ്റണി വളരെ ദേഷ്യത്തിൽ, പുള്ളി ഫൈറ്റ് മാസ്റ്ററും ഒക്കെ വളരെ ദേഷ്യത്തിൽ തന്നെ ലൊക്കേഷനിൽ നിന്ന്, കാരണം ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ എടുത്തെറിയലും വീഴലും ഒക്കെ ഈ കൈ വയ്യാതിരിക്കുന്നുണ്ടേ അവർക്കത് അറിയേണ്ട കാര്യമില്ലല്ലോ. സിനിമയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ കൈ ബാൻഡേജൊക്കെ ചെയ്താൽ പോയത്. അപ്പോൾ ഈ പുള്ളി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ആ ചാൻസ് അതിൽ നിന്ന് പോയായിരുന്നു. അതിൻ്റെ അകത്ത് പുള്ളി ഡയറക്ടർ പറഞ്ഞു, നമുക്ക് വേറെ എന്തെങ്കിലും പിടിക്കാം, ഇത് വേണ്ട, ശരിയാവില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, കൂട്ടിയെ കൂടില്ല, കാരണം ഇത്രയും കൈ വയ്യാതെ ചെയ്യാൻ പറ്റില്ല, അത് അപകടമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് മാറ്റി. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ജോണി ചേട്ടൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ കാഷ്വലി പാക്കപ്പൊക്കെ വല്ല ആയപ്പോൾ വിളിച്ചായിരിക്കും എന്ന് വിളിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഒരാളുടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയുടെ കൊടുക്കുകയും, അങ്ങനെ മമ്മൂക്കയുടെ
ഇതിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ആൻഡ്രിയ ജനീലയായിരുന്നു എൻ്റെ അകത്ത്. അപ്പം പുള്ളിക്കാരിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരാളായിട്ടൊരു റോളുണ്ട്, അത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി വല്ല ഒന്നാമത് ജോഡിയാണ്ടി ചേട്ടനൊക്കെ മിമിക്രിയുടെ ആൾക്കാരല്ലേ, ചുമ്മാ നമ്മളെ മോക്കിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ പകുതി വിശ്വാസം ഇല്ലാതെ ലൊക്കേഷനിലേക്ക് പോയി. പക്ഷേ അത് ജെന്യുവനായിട്ടുള്ള കോളായിരുന്നു. അത് പോയി ചെയ്തു. ആ സിനിമ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റായ ഒരു സിനിമയായിരുന്നു. എനിക്കൊന്ന് ലൂസിഫർ ഇറങ്ങുന്ന ദിവസമാണ് ആ സിനിമ അറിയുന്നത്. പക്ഷെ ഞാൻ കാണാൻ പോയത് ലൂസിഫർ ആയിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണോ അത്? അല്ലല്ല, ഞാൻ അതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത 10:30 AM ലോക്കൽ കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയായിരുന്നു. അതിൻ്റെ അത് ഡ്രൈവറായിട്ടുള്ള. പിന്നെ അങ്ങനെ കുറച്ച് ഒറ്റമന്താരം, അങ്ങനെ കുറച്ച് ചെറിയ സിനിമകളിലൊക്കെ ചെറിയ ഫ്രണ്ട്സിൻ്റെ പടങ്ങൾ, അല്ലാതെ വേറെ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഒരു ചാൻസ് ഒന്നും കിട്ടില്ല. നമ്മുടെ കൂടെ പഠിച്ചതും അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ വിളിക്കാറുണ്ട്, അത് പോയി അഭിനയിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്കുള്ള മാറ്റം എങ്ങനെയാണ് വന്നത്? ഞാൻ ബേസിക്കലി ആദ്യം ജേർണലിസ്റ്റ് ആയിട്ടാണ് എൻ്റെ ഒരു കരിയർ പറയുകയാണെങ്കിൽ. ആദ്യം ഇന്ത്യ TV എന്ന് പറഞ്ഞൊരു നാഷണൽ ചാനലിലെ കേരള ബ്യൂറോ ചീഫായിരുന്നു. അവിടുന്ന് പിന്നെ ഏരീസ് ഗ്രൂപ്പിൽ CEO ആയിട്ട്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇന്ത്യ TVയിൽ 10 വർഷവും ഏരീസിൽ ഒരു 7 yearsോളം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഏരീസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ബ്രാൻഡിങ് എന്നൊരു കമ്പനി UAE സ്റ്റാർട്ട് ചെയ്തു, ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ യൂറോമാക്സ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അത് നമ്മുടെ യൂറോപ്പിൽ ആംസ്റ്റർഡാമിൽ നിന്ന് ലിക്കർ UAE ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ CEO ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്രാൻഡിങ്ങും ഉണ്ട്, ഈ കമ്പനിയുണ്ട്. ഈ കമ്പനി നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ്, നമ്മുടെ തുറപ്പുകുലാൻ എന്ന് പറഞ്ഞിട്ട് 70% വേൾഡ്സ് ഹയസ്റ്റ് വോളിയമുള്ള വൈറ്റ് റം, പിന്നെ വിസ്കി, വോഡ്കയൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് മിന്നൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, നമ്മൾ ഓൾറെഡി ട്രേഡ് മാർക്കൊക്കെ എടുത്തിട്ടുള്ള ഒരു സാധനമാണ് മിന്നൽ എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ നാടൻ വാറ്റുചാര ഇറക്കുന്നത്. പക്ഷെ ആ പേര് നമ്മുടെ ഗവൺമെൻറ് അടിച്ചു മാറ്റി. അവരുടെ പുതിയ സാധനത്തിൻ്റെ പേര് മിന്നൽ മാജിക് എന്നാണ്. ഞാൻ മുമ്പ് ഒരു വർഷം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പോലും ഇത് പറഞ്ഞതാണ്. പക്ഷേ നമ്മളെന്തായാലും ലക്കിലി ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ആ തുറുപ്പുകുലാൻ എന്നുള്ള പേരിടാനുള്ള കാരണം? അല്ല, അത് തുറുപ്പുകുലാൻ എന്ന് പറയുന്നത് നമ്മളൊരു ഈ ട്രംപ് കാർഡ് പ്ലേയിൽ ഏറ്റവും വലിയ കാർഡെന്ന് പറയുന്നത് തുറുപ്പുകുലാൻ, ഗുലാൻ്റെ കാർഡാണ്. ആ കാർഡാണ്. അപ്പോൾ ആ കാർഡ് അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആ ഒരു സാധ്യത എല്ലാവർക്കും അതൊരു ലക്കാവട്ടെ, ഒരു ഗുഡ് ഫോർച്യൂൺ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേരിട്ടത്. തുറുപ്പുകുലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു, നമ്മൾ എന്താ പറയുക, അതുണ്ടെങ്കിൽ പിന്നെ സക്സസ് ആണ് തുറുപ്പുകുലാൻ. നമ്മളൊരു ചീട്ടുകളിയിൽ നമ്മളെ വിജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ എന്താ പറയുക വെട്ടി വീഴ്ത്തുന്ന ആയിരുന്നു. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല, ബട്ട് എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അതിന് വരുന്നത്. ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളത്? മദ്യപാനം നമ്മളെ സർക്കാർ വിൽക്കുന്ന സാധനമാണ് മദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ബ്രാൻഡ് വരുന്നുണ്ട്, അതിൻ്റെ പേരാണ് മിന്നൽ മാജിക്. അതിൻ്റെ പേര് നിർദ്ദേശിക്കാനായിട്ട് 10,000 വരെ ആ കമ്പനി നിർദ്ദേശിച്ചതാണ്. അപ്പോൾ അത് ഗവൺമെൻറ് കീഴിലുള്ള കമ്പനിയാണ്. നമ്മുടെ കേരള സർക്കാർ ഇന്ന് നിലനിൽക്കുന്നത് 2 വ്യവസായങ്ങളിലാണ്. പ്രധാനമായിട്ടും മദ്യം, രണ്ടാമത് ലോട്ടറി, പിന്നെ ബാക്കിയെല്ലാം വരുന്നുള്ളൂ, ടൂറിസമൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഉണ്ടാക്കുന്നത് മദ്യമാണ്. നമ്മൾ മദ്യവും ലോട്ടറിയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അറിയാമോ? എന്താണ്? മദ്യം നമ്മൾ ഷോപ്പിൽ പോയി എടുക്കാറുണ്ട്, ലോട്ടറി എടുക്കാറുണ്ട്. മദ്യം എടുത്താൽ നമ്മൾ എന്തായാലും അടിക്കും, ലോട്ടറി എടുത്താൽ അടിക്കുമെന്ന് ഉറപ്പില്ല, അടിച്ചില്ലെങ്കിൽ ഇല്ല, അതാണ് സാധനം. അതുകൊണ്ട് മദ്യമാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മദ്യം എടുത്താൽ നമ്മൾ അടിക്കില്ലേ, ലോട്ടറി എടുത്താൽ അടിക്കുമോ? ഉറപ്പില്ല. അതാണ്, അപ്പോൾ മദ്യമല്ല ബെറ്റർ. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ നെഗറ്റീവ് കമൻസിന് നെഗറ്റീവായിട്ട്, കാരണം നമ്മൾ ഹെൽത്തി ആയിട്ട് മദ്യപിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. നമ്മളൊന്നും ഇന്നേ വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും മദ്യപിച്ച് അബോധാവസ്ഥയിലായ? എന്നെ ആരെങ്കിലും കാണാനും വഴിയില്ല. എങ്ങനെയാണ് ഹെൽത്തിയായ രീതിയിൽ നമുക്ക് മദ്യപിക്കാൻ പറ്റുക? കൃത്യമായ അളവിൽ ഒരു ദിവസം നമ്മളൊരു കൃത്യമായ അളവ് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മളുടെ ബോധം മറയാത്ത ഏതളവാണോ അതാണ് കൃത്യമായ അളവെന്ന് പറയുന്നത്. എന്നാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മദ്യം അൺഹെൽത്തി അല്ലേ? അപ്പോൾ അതിനെ ഒരു ഹെൽത്തി ആയിട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അമൃതം എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയാറുണ്ട്, അമൃത് കഴിച്ചാൽ ചെറുപ്പമായിരിക്കും. ആയുർവേദത്തിൽ മദ്യത്തെ അമൃതിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ആയുർവേദത്തിൽ ചരക സംഹിത എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് 24ാമത്തെ അധ്യായത്തിൽ ആക്ച്വലി മദ്യത്തെ അമൃതമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് കൃത്യമായ അളവിൽ കഴിച്ചാൽ
മദ്യം അമൃതിനേക്കാൾ വലിയ മരുന്നെന്നാണ്. അപ്പോൾ അമൃതാണ് നമ്മൾ കൂടുതൽ കഴിച്ചാൽ ഏറ്റവും വലിയ വിഷം, അതുപോലെ മദ്യം ഏറ്റവും കൂടുതൽ കഴിച്ചാൽ വിഷമാണ് എന്ന് പറയുന്നത്. എന്തായാലും സ്നേഹമാണെങ്കിലും അമിതമായാൽ വിഷമല്ലേ, പകയാണെങ്കിലും എന്തായാലും വിഷമല്ലേ. അപ്പം എല്ലാം അതിൻ്റെ കൃത്യമായ അളവിലാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ചേട്ടാ, അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വളർന്ന് വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയപ്പോൾ ചില കേസുകളൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു എന്നുള്ളതാണ്. പോസ്കോ കേസൊക്കെ വന്നു. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? പോക്സോ കേസ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യാജ പോക്സോ കേസ്. എത്ര വയസ്സായി കുട്ടി? എനിക്ക് 22. നമ്മളിപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പോക്സോ കേസിന് എക്സാമ്പിൾ പറയാൻ പറ്റുകയാണെങ്കിൽ പേര് ഹിമ ഇപ്പം 22 വയസ്സുള്ള ഹിമ ഇപ്പം സ്റ്റാച്യു ക്യാപിറ്റൽ ടവേഴ്സ് 3rd floor അല്ലേ? ഈ സമയം ഇന്നത്തെ ഡേറ്റ് 28 പക്ഷേ ഹിമ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഒരു അണ്ടർ ഏജ്ഡായിട്ടുള്ള ഒരു പയ്യൻ, 14 വയസ്സുള്ളൊരു പയ്യൻ, നിങ്ങൾ അവനെ ഫിസിക്കലി ഇതേ സമയത്ത് കൊച്ചിയിൽ വെച്ച് അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ്റെ പാരൻസ് പരാതി കൊടുത്താൽ, ഇപ്പം നിങ്ങളുടെ മൊബൈൽ ടവർ, നിങ്ങളുടെ ലൊക്കേഷൻ എല്ലാം ഇവിടെയാണ്, പക്ഷേ നിങ്ങളൊരാണാണെങ്കിൽ ഭയങ്കര ഇതാവും, പെണ്ണായതുകൊണ്ട് അതിനേക്കാളും പ്രശ്നമാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താൽ നിങ്ങൾ എന്തായാലും കേസിൽ പ്രതിയാണ്. ആദ്യം പോലീസ് FIR ഇടും. FIR ഇടുമ്പോഴത്തേക്കും പിന്നെ വാർത്തയാവും. അപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞു. പിന്നെ നിങ്ങൾ FIR ഇട്ടതിന് ശേഷം പ്രൂവ് ചെയ്യുള്ളൂ നിങ്ങൾ നിരപരാധിയായിരുന്നു എന്നുള്ളത്. അതാണ് ഈ കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ലൈക്ക് ഒരാളൊരു പരാതി കൊടുത്താൽ അത് ഉടനെ അത് കേസായി മാറും. പക്ഷെ അതിനുശേഷം പോലീസ് അന്വേഷിച്ചിട്ട് നമ്മൾ നിരപരാധിയാണെങ്കിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. അത്തരത്തിൽ എൻ്റെ കേസിൽ പോലീസ് അന്വേഷിച്ചിട്ട് പൂർണ്ണമായി നിരപരാധിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതാണ്. അതാണ്. പക്ഷേ എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് ബുദ്ധിമുട്ടിച്ച് വിളിച്ചിട്ടില്ല, ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ അത് പൂർണ്ണമായും മെറിറ്റ് എൻ്റെ ഭാഗത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പം ഇവിടെ ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഷാലു പേയാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറാമാൻ ഉണ്ട്. പുള്ളി കുറേ വീഡിയോകൾ വെച്ച് കൊടുത്തു. പുള്ളിക്കെതിരെ ഇന്നൊരു വ്യാജ പോക്സോ കേസ് തിരുവനന്തപുരം ഒരു സ്റ്റേഷനിൽ, കാട്ടാക്കട ഒരു സ്റ്റേഷനിൽ വന്നു. അപ്പോൾ അതിന് പോയിട്ടാണ് വന്നത്. അതായത് കുറച്ച് ലേറ്റായി പോയത്. അപ്പോൾ അതിനെതിരെ ഫ്രെയിം ചെയ്തൊരു വേറൊരു വ്ളോഗറാണ് അത് ഫ്രെയിം ചെയ്തത്. പക്ഷേ ഭാഗ്യത്തിന് തന്നെ നമ്മളുടെ ഭാഗത്ത് തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് വ്യാജമാണെന്ന് തെളിയുകയും പരാതി കൊടുത്ത കുട്ടിയുടെ അമ്മയും കുട്ടിയും പരാതി പിൻവാങ്ങുകയും ചെയ്തു. മറിച്ച് നമ്മളൊക്കെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വാർത്ത, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഷാലു പേയാട് പോക്സോ കേസിൽ അറസ്റ്റില്ലെന്നതായിരിക്കും. പക്ഷേ പിന്നീടല്ലേ തെളിയുള്ളൂ എന്താണ് സംഭവമെന്നും. അതെന്താണ് അവർ കൊടുത്തിട്ട് കേസ് കുട്ടിയെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇപ്പോൾ പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ചീത്ത വിളിച്ചാലും പോക്സോ കേസാണ്. എൻ്റെ കേസിൻ്റെ കാര്യത്തിൽ ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ പങ്കെടുക്കുന്നു, അതിൻ്റെ അകത്ത് അണ്ടർ ഏജ്ഡായിട്ടുള്ള പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് നമ്മളിപ്പോൾ ഒരു ഷൂട്ടിൽ വരുന്ന കുട്ടികളുടെ എല്ലാവരുടെ ഏജും ID പ്രൂഫൊന്നും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ളതിലേക്ക് പോയി വാങ്ങിച്ച് നോക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളുടെ ക്രൈറ്റീരിയ വരുന്ന കാര്യമല്ല. പക്ഷെ അതിനുശേഷം നമ്മൾ കോഷ്യസായി. പിന്നെ ഷൂട്ടിന് വരുന്നവരെല്ലാം ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ റേഷൻ കാർഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടേ നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. അതൊരു വലിയൊരു പാഠമായി. അതാണ് അതിൻ്റെ അകത്തുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു കേസ് വന്നതുകൊണ്ട് ആ ഒറ്റ കേസിൻ്റെ ഒരു മൊമെൻ്റ് ആയിട്ടാണ്, അതിനുശേഷമാണ് നമ്മൾ ഈ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി രാഹുലുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു സക്സസ് ആണ്. കാരണം നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിച്ച കേസാണ്. എന്നോട് കേവലം 25,000 രൂപയെ കുറിച്ച് ചോദിച്ചുള്ളൂ കേസ് കൊടുക്കാതിരിക്കാനായിട്ട്. കൊടുക്കാമായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. ഞാൻ ഫൈറ്റ് ചെയ്തു, ജയിച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഇതെങ്ങനെയാണ്, റെസ്പോൺസ് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ നെഗറ്റീവ് റെസ്പോൺസ് ഒന്നും കാരണം എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നറിയാം. ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ഞാനങ്ങനെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അതിൽ തളർന്നു പോകുന്ന ഒരാളൊന്നുമില്ല. അല്ലെങ്കിൽ ഉടനെ പോയി സൂയിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല. പിന്നെ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ധൈര്യം വേണം, അത് വേറെ കാര്യം. ചിലപ്പോൾ അതില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ബോൾഡായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. കാരണം ഇതുപോലത്തെ ഒരു സാഹചര്യം ആരുടെ ജീവിതത്തിൽ എപ്പോഴും, ഇന്നിപ്പോൾ ഷാലുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഷാലുവിൻ്റെ മക്കൾ പറയുന്നത് ഇനി അച്ഛനെ വീഡിയോ ഒന്നും ചെയ്യേണ്ട, ഇതോടുകൂടി സോഷ്യൽ മീഡിയ ഒക്കെ നിർത്തണമെന്നൊക്കെയാണ് പുള്ളിയുടെ മക്കൾ പറയുന്നത്, ഭാര്യയൊക്കെ പറയുന്നത്. അപ്പം ഷാലു അങ്ങനെ തീരുമാനത്തിലാണ്. ഇനി ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഷാലുവിനത് ഇല്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് ഓരോ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ നല്ലൊരു ഫെയിമിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവർക്കൊരു ഒപ്പോണൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു ഇത്. അതിന് ഇപ്പോൾ ഷാലുവിൻ്റെ കേസിൽ തന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ്
പുള്ളിക്കെതിരെ ഇതുപോലൊരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്. എനിക്കെതിരെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് വന്നത്. അപ്പം പക്ഷെ ഞാനത് ഫൈറ്റ് ചെയ്തു, മനസ്സിലായില്ലേ, എനിക്ക് അത് കുഴപ്പമില്ല. പിന്നെ ഷാലു അതിൽ കോംപ്രമൈസ് ചെയ്തു, കാരണം ആ ഒരു രീതിയിൽ അങ്ങനെ കേസ് നമ്മൾ ഇതാക്കി. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. ഓക്കെ ചേട്ടാ, എന്തായാലും മുകേഷ് ചേട്ടനായിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായി വീണ്ടും കാണാം. അതുവരെ ബൈ.